ഹലോ. ഹലോ, നമസ്കാരം. ഭക്ഷണം നമസ്കാരം. കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ചു. ഞാൻ ഉം. പാലക്കാടുന്ന. ആ പേര് മോഹൻദാസ്. ഓക്കെ, പറയൂ. നിങ്ങളെ വീഡിയോ കാണാറുണ്ട്. നിങ്ങളെക്കാളും കൂടുതൽ കണ്ടത് ആ ജബ്ബാർ മാഷയുടെ ആ ഹാ ഹാ വീഡിയോ കണ്ടത്. ഉം. നിങ്ങൾ ചില കാര്യങ്ങളിൽ നിങ്ങളോട് എതിർപ്പുണ്ട്. എനിക്ക് നിങ്ങളുടെ ഖുറാനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഹദീസുകളോ അതിന്റെ വ്യാഖ്യാനങ്ങളെ പറ്റിയൊന്നും അറിയില്ല. ആ നിങ്ങൾ പറഞ്ഞത് കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് പറയണത്. ആ കുഴപ്പമില്ലല്ലോ? ഇല്ലല്ല, പറഞ്ഞോളൂ. അതില് ഈ സാധാരണ എല്ലാ മതവിശ്വാസികളും അന്ധവിശ്വാസികളാണ്. ഉം. ഞാനും ബാക്കിയുള്ള എല്ലാവരും, നമ്മളടക്കം. ഉം. എന്താ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന അന്ധവിശ്വാസം, നമ്മുടെ മനസ്സിൽ ചില ആശയങ്ങളുണ്ട്, ഉം. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. ഉം. അതല്ലാതെ അതിനെ കൗണ്ടർ ചെയ്യുന്ന വേറൊരു ആശയവും ഇല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അതാണ് ഞാൻ വിചാരിക്കുന്ന അന്ധവിശ്വാസം. ഉം. അപ്പൊ അതങ്ങനെയല്ല. അത് നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഉം. നമ്മുടെ ആശയങ്ങൾ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങളുമായി കമ്പയർ ചെയ്ത് ഉം. പുതിയ പുതിയ ആശയങ്ങളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഉം. അതിനുവേണ്ടപ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ചത്. ഉം. നിങ്ങളുടെ മതത്തിൽ പറയുന്നത് പ്രത്യേക ഒരു കാര്യമുണ്ട്, ഒരു ഇബിലീസും ഉം. പിന്നെന്താ മലക്കോ, ആ അങ്ങനെയാണ്. അതായത് ദേവനും, ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അസുരനും. ദേവനും രാക്ഷസനും, ഉം. എന്റെ ഭാഷയെ പറഞ്ഞാൽ ശരിയും തെറ്റും. ഉം. ലോകത്തില് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു എന്ന് എല്ലാവരും മതവിശ്വാസികളുടെ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാവരും വിശ്വസിക്കുമ്പോ ഉം. ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും അദ്ദേഹത്തിൻ്റെതാണ്. ഉം. തെറ്റും ശരിയും നമ്മുടേതാണ്. അവിടെയാണ് ഒരു കോൺട്രവേഴ്സി വരുന്നത്. അതെങ്ങനെ? എല്ലാം ദൈവത്തിന്റെ, പിന്നെ തെറ്റും ശരി എങ്ങനെ ദൈവത്തിന്റെ അല്ലാതെ വരിക? ദൈവത്തിന്റെ അല്ലാതെ ഞാൻ പറയാം. തെറ്റും ശരിയും നമ്മളെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ എന്റെ തെറ്റ് നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ശരിയാവും, നിങ്ങളുടെ ശരി എന്നെ സംബന്ധിച്ച് തെറ്റാവും. അങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പോ ഈ തെറ്റും ശരിയും മനുഷ്യന്റെയാണ്. ഞാൻ വിചാരിക്കുന്ന തെറ്റുകളൊന്നും തെറ്റായിക്കൊള്ളുന്നില്ല. എന്നെ സംബന്ധിച്ച് തെറ്റാണ്, പക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റായിക്കൊള്ളുന്നില്ല. അതേസമയത്ത് എന്നെ സംബന്ധിച്ചുള്ള ചില ശരികളുണ്ട്, ആ ശരികള് മറ്റുള്ളവരെ സംബന്ധിച്ച് തെറ്റായിക്കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ എന്റെ ശരിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അന്ധവിശ്വാസം. അതിനെ ഞാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് എന്റെ വിവേക ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം. ശരിയല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ. അല്ല, നിങ്ങൾ പറയൂ. ഞാൻ മാത്രം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എല്ലാം ഈ ശരിയും തെറ്റും എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും തെറ്റാവുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ഉണ്ടാവും. ശരികൾ, ചില ശരി തെറ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് ആപേക്ഷികമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോ ഒരാളുടെ ഉപദ്രവിക്കുന്നു, അത് നിങ്ങളെ സംബന്ധിച്ചും തെറ്റാണ്, എന്നെ സംബന്ധിച്ചും തെറ്റാണ്. അതൊക്കെ ശരിയാണ്, അതൊക്കെ സംഭവിച്ചു. അപ്പൊ അത്തരം ശരി തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ അതാരുടെ സൃഷ്ടിയാണ്? തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ പറഞ്ഞിട്ട് നമുക്ക് തെറ്റ് ചെയ്യാനുള്ള പ്രേരണ നമ്മുടെ മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ മനസ്സിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചില്ല. നമ്മുടെ ചിന്തകളുടെ മുകളിലൊന്നും ദൈവത്തിന് തീരുമാനം കൺട്രോളൊന്നും ഇല്ലെന്നാണോ? നമ്മള് ചിന്തകളുടെ ഉള്ളിൽ നമുക്ക് തീരുമാനം കൺട്രോളിങ് അല്ല. അപ്പൊ ദൈവത്തിന് നമ്മുടെ ചിന്തകളുടെ മുകളിൽ കൺട്രോൾ ഒന്നും ഇല്ലെന്ന്? ദൈവത്തിന്, അതായത് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, കാറ് ടാറ്റ ഉണ്ടാക്കി നമുക്ക് തന്നു, ഓടിക്കുന്ന നമ്മളാണത് എങ്ങനെ ഓടിക്കണം തീരുമാനിക്കാൻ. അതെ, മനസ്സിലായി. അതുപോലെ ദൈവം മനസ്സ് നമുക്ക് തന്നു, ഈ മനസ്സുകൊണ്ട് എങ്ങനെയൊക്കെ ചിന്തിക്കണം, എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം നമ്മളാ തീരുമാനിക്കാൻ. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണോ? ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്, നിങ്ങളുടെ അഭിപ്രായം പറയൂ. അപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിക്കാം. ഞാൻ നിങ്ങളുടെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്ത് ഇപ്പൊ അസുരനും അല്ലെങ്കിൽ ദൈവവും പൈശാചികത ശക്തിയും അല്ലെങ്കിൽ തെറ്റും ശരിയും നിങ്ങൾ പറയുന്ന രണ്ട് ശക്തികൾ ഉണ്ടെന്ന് പറയുന്നു. ഈ രണ്ട് ശക്തികൾ പരസ്പര പൂരകങ്ങളാണോ, അതോ ഒരു ശക്തിക്ക് ഒരു ശക്തിയുടെ മുകളിൽ നിയന്ത്രണം ഉണ്ടോ? അത് ഇല്ല, അങ്ങനെ നിയന്ത്രണമൊന്നുമില്ല. ഒരു ശക്തിക്ക് എന്നോട് ദൈവവും പിശാചും തുല്യ ശക്തികളാണ്. അല്ല, ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാം. അല്ല, നമുക്ക് അതൊന്ന് ക്ലാരിറ്റി വരുത്താനാണ്. അപ്പൊ എല്ലാത്തിനും ഒരു അല്ല, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിനോടനുബന്ധിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളെ വളരെ പഴയ പണ്ഡിതന്മാരായിട്ടുള്ള ഒരു മുസ്ലിയര് എന്നെ നൈബറായിരുന്നു. എനിക്കിപ്പോ 70 വയസ്സായി. ഒരു 30 വർഷം മുമ്പത്തെ കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ അയാളെ സംബന്ധിച്ച് കുട്ടിയാണ്.
അയാളും അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 2 വേറെ മുസ്ലിംമാരുണ്ടായിരുന്നു. അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മതത്തില് വേശ്യകളെ ശിക്ഷിക്കുക എന്ത് ശിക്ഷയാണ് കൊടുക്കുക? വേശ്യാവൃത്തി ചീത്തയാണ് 100%. അപ്പൊ ഞാൻ ആദ്യം അവരോട് പറഞ്ഞു, ഞാൻ അത്ര മതപണ്ഡിതമൊന്നുമല്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞങ്ങളുടെ മതപ്രകാരം ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ചത് ഈശ്വരനാണ്. ഈ വേശ്യയെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും നിങ്ങളെ സൃഷ്ടിച്ചതും ഒക്കെ ഈശ്വരനാണ്. ഒരു സൃഷ്ടിക്ക് വേറൊരു സൃഷ്ടിയെ ഉപദ്രവിക്കാനോ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. രാഷ്ട്ര നിയമപ്രകാരം ശിക്ഷിക്കാം, അത് നിയമം സാമൂഹ്യ നിയമമാണ്. പക്ഷെ ദൈവത്തിന്റെ പേരിൽ പറഞ്ഞ്, ദൈവത്തിന്റെ മതം പേരിൽ പറഞ്ഞ് ഒരു സൃഷ്ടിക്കും വേറൊരു സൃഷ്ടിയെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല. അങ്ങനെ നമ്മൾ സൃഷ്ടിച്ച് വേറൊരു സൃഷ്ടിയെ നമ്മൾ ഉപദ്രവിക്കുന്നു മതത്തിന്റെ പേരിൽ പറഞ്ഞാൽ അത് അള്ളാഹുവിനോട് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള നിഷേധമാണ്. കാരണം എന്റെ ഒരു മകനെ വേറൊരാൾ വന്ന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മതങ്ങളിലും ഇത്തരം ഒന്ന് കർമ്മശാസ്ത്രം അല്ലെങ്കിൽ ധർമ്മശാസ്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം ശിക്ഷാവിധികള്, സാമൂഹ്യ നിയമങ്ങള്, രാഷ്ട്രീയ നിയമങ്ങളൊക്കെ ദൈവത്തിൻ്റെതായ ശരിതെറ്റുകളെ അധികരിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഹിന്ദുമതത്തിലും അതേപോലെ ധർമ്മശാസ്ത്രങ്ങളുണ്ട്. കറക്റ്റ്. അവിടെ ചെറിയൊരു വ്യത്യാസം എന്താ അറിയോ? ഹിന്ദു മതത്തിലുള്ള കർമ്മശാസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ കാലാനുസരണം മാറ്റിക്കൊണ്ടേ വരണം. ആയിക്കോട്ടെ, മറ്റുള്ള മതങ്ങളിൽ അത് മാറുന്നില്ല, അത് കാലാന്തരത്തോളം ആയിക്കോട്ടെ. പക്ഷെ ഓരോ കാലഘട്ടത്തിൽ ഇപ്പൊ മനുസ്മൃതി ഒരു കാലഘട്ടത്തിന്റെ ധർമ്മശാസ്ത്രമായിരുന്നു. അതിപ്പോ അംഗീകരിക്കില്ല, ഹിന്ദുക്കളും അംഗീകരിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാലഘട്ടത്തിലെ ധർമ്മശാസ്ത്രമായിരുന്നു. കേരളത്തിൽ പോലും മനുസ്മൃതി ധർമ്മശാസ്ത്രമായിട്ട് അംഗീകരിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ശരിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ആ ധർമ്മശാസ്ത്രം അനുസരിച്ച് വിധി പറഞ്ഞതൊക്കെ പലതും മനുഷ്യനുമുള്ള ക്രൂരതയായിരുന്നു. അതെ, അതൊക്കെ ശരിയാണ്. അത് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു, അത് കറക്റ്റ് ചെയ്തുകൊണ്ടേ വരുന്നുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തില് ഹിന്ദുമതത്തിന് അങ്ങനെ ധർമ്മശാസ്ത്രം ഇല്ല എന്നാണോ? ധർമ്മശാസ്ത്രങ്ങളുണ്ട്, പക്ഷെ അത് കറക്റ്റ് ചെയ്തുകൊണ്ടേ വരും. ഇപ്പൊ ഈ കാലഘട്ടത്തിലെ ധർമ്മശാസ്ത്ര പതിപ്പ് ഏതായിരിക്കും? അല്ല, ഹിന്ദുമതത്തിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്രത്തിന്റെ എന്താ പറയുക, മാറ്റാൻ പറ്റാത്തത് നിങ്ങൾ പറയുന്ന ഖുറാനിലോ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളൊക്കെ പറയുന്ന പോലെ കാലാകാലത്തേക്ക് ഏത് കാലത്തേക്ക് മാറ്റാൻ പറ്റാത്തത്, ഒരു കാലഘട്ടത്തിലേക്ക് ദൈവം നിശ്ചയിച്ച ധർമ്മശാസ്ത്രം അല്ലെങ്കിൽ കർമ്മശാസ്ത്രം ദൈവമല്ല നിശ്ചയിക്കുന്നത്. അല്ലല്ല, ദൈവം നിശ്ചയിക്കുന്നത്, അത് മനു നിശ്ചയിച്ച മനു നിശ്ചയിച്ച ധർമ്മശാസ്ത്രം അന്ന് ദൈവത്തിന്റെ അനുമതിയോടുകൂടി തന്നെയല്ലേ മനു? അല്ലല്ല, അയാളുടെ ചിന്തകളാണ്. ദൈവത്തിന് മതപരമായിട്ടുള്ള ധർമ്മശാസ്ത്രങ്ങളിൽ ദൈവത്തിന് ഉത്തരവാദിത്തമില്ല, ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പൊ ഇനി നിങ്ങൾ പറയൂ, അപ്പൊ ഈ പിശാച് ദൈവത്തിന്റെ സൃഷ്ടിയാണോ അല്ലേ? പറഞ്ഞുതരാം. അപ്പോ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ലോകത്തിലെ സർവ്വചരാചരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അത് നല്ലതും ചീത്തയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് സൃഷ്ടാവല്ല, പെർഫെക്റ്റ് സൃഷ്ടാവാണ്, അതുകൊണ്ടാണ് അത് ഉണ്ടായത്. നല്ലതും ചീത്തയും നമ്മളെ സംബന്ധിച്ചാണ് ദൈവം പെർഫെക്റ്റ് അല്ലാത്തത്. അല്ല, ദൈവം പ്രപഞ്ചമൊക്കെ സൃഷ്ടിച്ചപ്പോ ദൈവം അറിയാണ്ടാണോ അതിനകത്ത് ചീത്തകളൊക്കെ ഉണ്ടായി വന്നത്? അല്ലല്ല, ദൈവത്തിന്റെ അതിൽ നല്ലതും ചീത്തകളും ഉണ്ടാക്കിയത് നമ്മളാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ എല്ലാ തിന്മകളുടെയും ഉറവിടം എന്ന് പറയുന്നത് പൈശാചികതയിൽ നിന്നാണല്ലോ. ദൈവികമായിട്ട് തിന്മ ഉണ്ടാവില്ലല്ലോ. ദൈവികമായിട്ട് ഇപ്പൊ ഒരാളോടുള്ള അക്രമം കാണിക്കുക ദൈവികമായ ഒരു ചിന്തയല്ലല്ലോ, അതൊരു പൈശാചിക പ്രവൃത്തിയല്ലേ? ചിന്തകൾ എവിടെയെന്നാ വരുന്നത്? അവനവന്റെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് നല്ല ചിന്തകൾ വരുന്നത്. ദൈവം സൃഷ്ടിച്ച പ്രേരണയല്ലേ? അല്ലല്ല, സൃഷ്ടിച്ച പ്രേരണ ദൈവത്തിനില്ല, ദൈവം സ്വതന്ത്രനായി. അതാണ് ഹിന്ദുമതത്തിൽ സർവ്വസ്വാതന്ത്ര്യം കൊടുത്തതിന്റെ ഒരു പ്രധാന കാരണം. ദൈവത്തെ കുറിച്ച് അല്ല ചോദിക്കുന്നത്, ദൈവവിശ്വാസ സങ്കല്പത്തിൽ പ്രകാരം, ഞങ്ങളുടെ ദൈവസങ്കല്പ പ്രകാരം മനുഷ്യൻ സ്വതന്ത്രനാണ്, പരിപൂർണ സ്വതന്ത്രം. മനുഷ്യനല്ല, എല്ലാ ജീവജാലങ്ങളും അതിൻ്റെതായ ലെവലിൽ സ്വതന്ത്രരാണ്. ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണ് കൂടുതൽ ബുദ്ധിശക്തിയും കൂടുതൽ മെൻസൽ പവർ ഉള്ളവര് അതില്ലാത്തവരെ ആക്രമിച്ച് കീഴടക്കുന്നത് ഈ സൃഷ്ടികളാണ്, അല്ലാണ്ട് സൃഷ്ടാവല്ല. അല്ല, ഈ സൃഷ്ടാവിന് ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയില്ലേ? ഇല്ല, സൃഷ്ടാവിന് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. സൃഷ്ടാവിന് മുകളിൽ കൺട്രോൾ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സംവിധാനിച്ച് അവിടെ വെച്ചു പുള്ളി. അല്ല, അതിന്റെ പിന്നിൽ ഒരു കൺട്രോൾ ഉണ്ട് അദ്ദേഹത്തിന്. ആ കൺട്രോളിനെയാണ് ഹിന്ദു ധർമ്മത്തിൽ ധർമ്മം എന്ന വാക്കുണ്ട്. ഈ പിച്ചക്കാർക്ക് കൊടുക്കുന്ന ആ ധർമ്മമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ധർമ്മം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം അതാണ്. അതായത്
ഒരു ഉദാഹരണം ഞാൻ അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവിക ധർമ്മം, അതിന്റെ അടിസ്ഥാനത്തിലല്ലേ ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാവുന്നത്? അല്ല അല്ല അല്ല, ആ ധർമ്മമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമി കറങ്ങുന്നു, അത് ഭൂമിയുടെ ധർമ്മമാണ്. നമ്മുടെ ഹൃദയം മിടിക്കുന്നു, അത് ഹൃദയത്തിന്റെ ധർമ്മമാണ്. ആ ധർമ്മത്തിലാണ് ഞാൻ പറയുന്നത്. അത് പ്രകാരമാണ് ഒരു ധർമ്മം എന്നുള്ള ഹൃദയത്തിന്റെ ധർമ്മം തീരുമാനിച്ചത്, നിശ്ചയിച്ചത് ദൈവമല്ലേ? അതെ അതെ. മനസ്സിൽ മലിനമായ ചിന്തകൾ ഉണ്ടാവുക, മനസ്സിൽ ചിന്തകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ആ മനസ്സിന് ആ ധർമ്മം കൊടുത്തത് ദൈവമല്ലേ? അല്ല അല്ലേ? അല്ല, മനസ്സിനെ ചിന്തിപ്പിക്കുക എന്നുള്ളത് കൊടുത്തതാണ്. പക്ഷെ എങ്ങനെ ചിന്തിപ്പിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഹൃദയം മിടിക്കും, എങ്ങനെ മിടിക്കണം എന്ന് ഹൃദയം സ്വന്തം തീരുമാനിക്കണോ? അതെ, അത് ഹൃദയത്തിന് ബ്ലോക്ക് വന്നാൽ നിൽക്കും. അല്ല, അതല്ല, അതിന്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സ് എങ്ങനെയാ? ഡിഫോൾട്ട് സെറ്റിംഗ്, അതായത് ഹൃദയത്തിൽ എന്തെങ്കിലും തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഹൃദയം അവിടെ നിൽക്കും, നിർത്തിയില്ല. അപ്പൊ ദൈവം ഇടപെടില്ലേ? ദൈവം ഒന്നും ഇടപെടില്ല. മനസ്സിലായി. അതേപോലെ നിങ്ങളുടെ മനസ്സിൽ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഉണ്ടാവുമല്ലോ. ദൈവം സംവിധാനിച്ച ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ഉണ്ട്. ഇപ്പൊ ഒരു മിനിറ്റിൽ ഒരു 72 തവണയോളം മിടിക്കുക എന്നുള്ളത് അല്ലെ? അങ്ങനെയല്ലേ? അല്ല 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 അല്ല, അല്ലാതെ അത് ഓരോരോ ശരീര പ്രകൃതിക്ക് അനുസരിച്ചിട്ടാണ് ഉണ്ടാവുന്നത്. ആ മിടിപ്പ് ആരാ നിശ്ചയിക്കുന്നത്? ഓരോ ശരീരത്തിന് എത്ര ആ മിടിപ്പ് അതാണ് ദൈവത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിക്കുകയല്ല, അത് ആ ധർമ്മം അതിന് കൊടുത്തിരിക്കുകയാണ്. മറ്റേ ഹാർട്ടിന് കൊടുത്തു, ഇതാണ് നിന്റെ ധർമ്മം, നീ ഇതുകൊണ്ട് ജീവിച്ചോ. ഇത് എങ്ങനെ ഈ ധർമ്മം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് ഹാർട്ട് തീരുമാനിക്കണം. പൂർണ്ണമായ കൺട്രോളിൽ അല്ലാത്ത നമ്മുടെ ശാരീരികമായ അവയവങ്ങൾ പോലും ദൈവത്തിന്റെ ധർമ്മത്തിനനുസരിച്ചിട്ടാണ്, നിശ്ചയിച്ച ധർമ്മമാണ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ലല്ല, ചെറിയൊരു ഇത് മാറ്റണ്ടായില്ലേ? ഹൃദയത്തിന് മിടിക്കുക എന്നുള്ള ധർമ്മം ദൈവം കൊടുത്തെങ്കിലും ഹൃദയം എങ്ങനെ മിടിക്കണം, എത്രത്തോളം മിടിക്കണം, എപ്പം നിർത്തണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വവും ധർമ്മവും ഹാർട്ടിനെ കൊടുത്തിട്ടുണ്ട്. അതാണ് എന്റെ പോയിന്റ്. അത് ഹാർട്ടിനെ കൊടുത്തിട്ടുണ്ട്. അത് ഹാർട്ട് നീ ചെയ്യണം, നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതെ. ആ ഹൃദയത്തിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടോ? മനുഷ്യർക്ക് കൺട്രോൾ ഉണ്ടോ? മനുഷ്യന് കൺട്രോൾ ഉണ്ട്. മനുഷ്യ അതന്നെ ദൈവം ഹൃദയത്തിന്റെ കൺട്രോള്. എങ്ങനെ? നമുക്കിപ്പോ നമ്മുടെ ഹൃദയം ഇപ്പൊ 72, 73 ഇടിക്കുന്നത്, ഇനി മുതൽ 55 മിടിച്ചാൽ മതി നമുക്ക് തീരുമാനിക്കാം. മതി നിശ്ചയിക്കുന്ന ചില യോഗകർമ്മികളൊക്കെ ഉണ്ടെന്ന് പറയണു. ഇനി അതല്ലെങ്കിലും നിങ്ങളുടെ ഭക്ഷണ രീതി മാറ്റം വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഹൃദയത്തിന്റെ മിടിപ്പ് നമ്മുടെ കൺട്രോളിലല്ലല്ലോ, ശരീരത്തിന്റെ കൺട്രോളിലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അല്ല, നമ്മളുടെ കോൺഷ്യസ്നെസിന്റെ കൺട്രോളിലല്ല. കോൺഷ്യസിന്റെ കൺട്രോളിലാണോ ചോദിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ പറയാൻ പറ്റുമോ? നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോധമാണല്ലോ നമ്മൾ എന്ന് പറയുന്നത്. അതെ അതെ, നമ്മൾ എന്നുള്ള നമ്മുടെ ഈ ബോധമാണല്ലോ നമ്മള്. അതില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ മനസ്സ് എന്നൊക്കെ പറയുന്ന ഈ സംജ്ഞയാണല്ലോ ഈ നമ്മൾ. അതെ അതെ. ഈ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിന് മുകളിൽ കൺട്രോൾ ഇല്ല, കൺട്രോള് ബൈ ഡിഫോൾട്ട് ഇല്ല. കൺട്രോൾ ഇല്ലാന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയാൻ പറ്റില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. അതാണ് സ്ഥിതി. നമുക്കൊരു തീരുമാനമാണല്ലോ. ഇതിന് മുകളിൽ ദൈവത്തിന് കൺട്രോൾ ഉണ്ടോ? ദൈവത്തിന് കൺട്രോൾ ഇല്ല. ഹൃദയം എത്ര മടിക്കണം, എപ്പോ നിൽക്കണം, ഏത് മനുഷ്യൻ എത്ര കാലം ജീവിക്കണം, എപ്പോ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നൊക്കെ ദൈവനിശ്ചയം ഉണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. ദൈവനിശ്ചയം ഇല്ല. അത് സൃഷ്ടിച്ചപ്പോ തന്നെ അതിന് കൊടുത്തു കഴിഞ്ഞു. പിന്നെ അതിന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ മനസ്സോ? മനസ്സും തന്നെയാണ്. മനസ്സിനെ സൃഷ്ടിച്ചോടുകൂടി ദൈവത്തിന്റെ പണി കഴിഞ്ഞു. ഇനി മനസ്സാണ് നല്ലത് ചിന്തിക്കണോ ചീത്ത ചിന്തിക്കണോ എങ്ങനെ വേണം എന്നുള്ളത് തീരുമാനിക്കണോ ഒക്കെ മനസ്സാണ്. മനസ്സ് തീരുമാനിക്കുകയാണ് ചെയ്യാം. അതെ. ഈ മനസ്സിന്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടോ? അതാണ് പ്രശ്നം. അവിടെയാണ് മനസ്സിലൊരു ചിന്ത ഉണർന്നു വരുന്നു. ആ ചിന്ത എന്ത് നമ്മളെ ചിന്ത ഇൻറ്റ്യൂസീവായിട്ട് നമ്മുടെ ഉള്ളില് ഒരു ചിന്ത ഉണർന്നു വരുന്നതിന് മുകളിൽ നമുക്ക് കൺട്രോൾ ഉണ്ടോ? കൺട്രോൾ ചെയ്യാൻ പറ്റണം എന്നാണ് പറയുന്നത്. അല്ല, നമുക്കുണ്ടോ ബൈ ഡിഫോൾട്ട്? പലർക്കും ചിലപ്പോ എനിക്ക് വരാറുണ്ട്, ചിലപ്പോ സാധിക്കാറുമില്ല. വാസ്തവമാണ്. ഈ ദൈവവിശ്വാസം ഇങ്ങനെ കഥ പറഞ്ഞു പോയാല് ഒരു ഉത്തരം കിട്ടാത്ത സാധനമാണ്. ദൈവവിശ്വാസമല്ല, ചിന്തിച്ചാണ്. അല്ല, എങ്ങനെ അറിയാം? ഓരോ ആളുകളുടെ മനോധർമ്മത്തിന് നിങ്ങൾ പറഞ്ഞല്ലോ, ഓരോ ആളുകളുടെ മനോധർമ്മം വ്യത്യസ്തമുണ്ട്. അതെ. അപ്പൊ ആ മനോധർമ്മത്തിനനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യൻ ജീവിക്കുന്നത്. ചിലർക്ക് മതം, അപ്പൊ ചില ആളുകളുടെ മനോധർമ്മം അനുസരിച്ചിട്ടാണ് അവർ ഖുർആൻ തിരഞ്ഞെടുക്കുന്നത്. ഇത് ദൈവത്തിന്റെ നിയമമാണ് എന്ന്, ഇത് ദൈവം അനുസരിച്ച് പറഞ്ഞതുപോലെ ജീവിക്കാനുള്ള വഴിയാണെന്ന് ആളുകളുടെ മനോധർമ്മത്തിൽ എടുക്കുന്നതാണ്. അങ്ങനെ ചില ആളുകളുടെ മനോധർമ്മത്തിലാണ് ഇതൊന്നും ദൈവത്തിന്റെ അല്ല, ഇതൊക്കെ തട്ടിക്കൂട്ട് സംഭവങ്ങളാണ് എന്ന് ചിന്തിച്ച് നാസ്തികരായി പോകുന്നതും അതും അവരുടെ മനോധർമ്മമാണ്. ആക്ച്വലി മനോധർമ്മം എന്ന് പറയുന്നത് ഒരാളുടെ അറിവ്, അയാളുടെ ചിന്ത, അയാളുടെ ബോധ്യങ്ങൾ, ഇതിലൂടെ ഉണ്ടായി വരുന്ന അയാളുടെ ബോധ്യമാണ്. ബോധ്യമല്ല. മറ്റേ ഹിന്ദുമതത്തില്
നിങ്ങൾ പറയുന്നത് നിങ്ങളെക്കാട്ടിലും അതിശക്തമായിട്ടുള്ള നാസ്തികനായിരുന്നു കപില മഹർഷി. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് പകുതി മുക്കാലും ഞങ്ങളൊക്കെ സ്വീകരിക്കുന്നതും. അതാ രസം. ആ നാസ്തികന്റെ ആശയങ്ങളാണ് പകുതി മുക്കാലും. അതായത് ഭൂമി, വെള്ളം, ഇതൊക്കെ പറയില്ല, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചഭൂതങ്ങള്, ഇതൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയതാണ്. ഇതൊന്നും ദൈവത്തിന്റെ സൃഷ്ടിയല്ല, അതൊക്കെ പ്രകൃതിയുടെ സൃഷ്ടിയാണ്. ദൈവത്തിനൊന്നും യാതൊരു അധികാരവും ഇല്ല എന്നാണ് കപില മഹർഷി പറയുന്നത്. അതായത് പ്രകൃതിയാണ്. പ്രകൃതി പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങള്, അതിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായി, അതിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങൾ ഉണ്ടായി, അതിൽ നിന്ന് മനസ്സുണ്ടായി, അതിൽ നിന്ന് നിങ്ങളെ വിവേക ബുദ്ധി ഉണ്ടായി. ഇതിനൊന്നും ദൈവത്തിന്റെ ഒരാവശ്യവും ഇല്ല എന്നാണ് ഹിന്ദുമതത്തിൽ തന്നെ കപില മഹർഷി പറയുന്നത്. അപ്പോ നിങ്ങളിപ്പോ തന്നെ പറയുന്നത് അത് ഭാഗികമായിട്ടല്ല, ഒരു 90% ഞാനും അംഗീകരിക്കണു. പക്ഷേ ഇതിനെ ക്രോഡീകരിക്കുന്ന ഒരു ശക്തിയുടെ ആവശ്യമില്ലേ എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. ഇതൊന്നും ദൈവം കൺട്രോൾ ചെയ്യുന്നില്ല, ഇടപെടുന്നില്ല, നിയന്ത്രിക്കുന്നില്ല. അല്ല, ദൈവത്തിന്റെ ഇടപെടലുകൾ ഇല്ല എന്നല്ലേ നിങ്ങളും പറഞ്ഞത്? അതെ അതെ, അതാ അതുവരെ എനിക്ക് എത്തി. പക്ഷെ ഇതൊന്നും കൺട്രോൾ ചെയ്യാതെ ഇതൊക്കെ ഈ വ്യവസ്ഥിതി എങ്ങനെ മുന്നോട്ട് പോകും? വ്യവസ്ഥിതി ഞാൻ അറിയാതെ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല ഒരു അറിവ് പറയാലോ? അല്ല, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ ആരോപിച്ചിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായി? നമുക്കിപ്പോ എങ്ങനെയാണ് ഈ ഭൂമി ഇങ്ങനെ കറങ്ങുന്നത് നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കും. അത് ദൈവം കറക്കുന്നതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര അങ്ങനെ പറയണേ ഉള്ളൂ. അതല്ലാതെ വേറെ നമ്മുടെ മുമ്പിൽ അറിവുകളില്ലല്ലോ. ഇല്ല. ഇപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമ്മളിങ്ങനെ വാദോരാതെ സംസാരിക്കുമ്പോൾ നമ്മള് പ്രപഞ്ചം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന ചിത്രം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ, കണ്ടെത്തലുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുണ്ടാക്കിയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ്, അത് വെച്ചിട്ടുള്ള ഒരു പ്രകൃതി, ഒരു പ്രപഞ്ചമാണ് നമ്മുടെ മനസ്സിൽ വരിക. അല്ലെ? അപ്പൊ അങ്ങനെ പിക്ചറൈസ് ചെയ്തേ. അപ്പൊ അതൊന്നും ഇല്ലാത്ത കാലത്ത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നിലുള്ളത് കാടും മലയും ആകാശവും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും കഴിഞ്ഞു. പ്രകൃതി കഴിഞ്ഞു, ഒരു പ്രപഞ്ചം കഴിഞ്ഞു. ശാസ്ത്രീയമായിട്ട് നമ്മൾ അന്വേഷിച്ച് കൂടുതൽ പുറകോട്ട് പോയി നമ്മൾ പുതിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കി ഇതിനെ പിക്ചറൈസ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ നമുക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിപ്പോ പ്രപഞ്ചം, സൗരയൂഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ചില പിക്ചറുകൾ മിന്നിത്തെളിയും. ഇതൊക്കെ മനുഷ്യർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ദൈവം ഉണ്ട് എന്നാണ് പണ്ടത്തെ ആൾക്കാര്. ഇപ്പൊ ഇസ്ലാമിലൊക്കെ പറഞ്ഞിരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ആകാശവും ഭൂമിയും അതിനിടയിലുള്ള സർവ്വചരാചരങ്ങളും, ഇതാണ് പ്രപഞ്ചം. ഇപ്പം ഇതേ ഖുർആനൊക്കെ വിശദീകരിക്കാൻ വേണ്ടി, ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി അവര് ചിലപ്പോ ബിഗ് ബാങ്ങിനെ കുറിച്ചും ബ്ലാക്ക് ഹോളിനെ കുറിച്ചൊക്കെ പറയും. അത് അവർക്ക് എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ഗവേഷണം ചെയ്തെടുത്താണ്. അപ്പൊ അവരുടെ പ്രപഞ്ചം ഖുർആനിലുള്ള പ്രപഞ്ചത്തിനേക്കാൾ വികസിച്ചു. എന്നിട്ട് പറയും പ്രപഞ്ചം, ഈ ഭൂമിയും ആകാശവും ഒക്കെ ഒരു വിധാനമായിരുന്നു. പിന്നെ ഭൂമിയെ ദൈവം പരത്തി, അത് ബൈബിളിലെ ഉൽപ്പത്തി കഥയിലുള്ളതാണ്. എന്നിട്ട് ഈ ഇതിൽ നിന്നൊരു വിധാനത്തെ ദൈവം മേലോട്ട് ഉയർത്തി, അതാണ് ആകാശം. ആക്ച്വലി ഇപ്പൊ നമുക്ക് പണ്ടൊക്കെ 7 ആകാശം ഉണ്ട് എന്ന് സങ്കല്പിച്ചിരുന്നു. ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇപ്പൊ നമുക്കറിയാം ആകാശം എന്ന് പറയുന്ന ഒരു കാഴ്ച, അങ്ങനെ ഒരു സാധനം, വസ്തു അവിടെ ഇല്ല. അത് നമ്മുടെ ഒരു വിഷൻ ഇല്യൂഷൻ ആണ്. അതൊരു സ്പേസ് ആണ്. അത് സ്പേസ് ആണ്, നമ്മളുടെ കണ്ണിന്റെ ഒരു ഇല്യൂഷൻ ആണ്, നമ്മൾ കാഴ്ചയുടെ ഒരു പരിമിതിയാണ്. അപ്പോ അതിപ്പോ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഇവര് ആകാശം എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥവും പ്രപഞ്ചം ഒരു പ്രപഞ്ചമായി, ഒരു ദൃശ്യപ്രപഞ്ചാണ് ഒരു ആകാശം എന്ന രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മുടെ അറിവുകൾക്കനുസരിച്ച് ദൈവികമായ അറിവുകളെ പുനർവ്യാഖ്യാനിച്ചു ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇതിന്റെ കാരണം വേണ്ടേന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ലല്ലോ. ഇതിന്റെ പിന്നിൽ വേറെ ഒരു ശക്തി, മറിഞ്ഞിരിക്കുന്ന ഒരു ശക്തി ഉണ്ടോ ഇല്ലേ? ലഭ്യമായ അറിവ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ശക്തിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ പ്രകൃതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജിയാണോ ഈ ശക്തി എങ്കിൽ പിന്നെ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല. ആ എനർജി കോൺഷ്യസ് അല്ല. ആ എനർജി കോൺഷ്യസ് അല്ല എന്ന് പറയാൻ പറ്റില്ല. കോൺഷ്യസ് ഉണ്ടാവുമ്പോഴല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, ഞാൻ ചലിക്കുന്നു. അല്ല, ആ എനർജി എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, ഇപ്പൊ ഫിസിക്സ് പറയുന്ന ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി കോൺഷ്യസ് അല്ല. കോൺഷ്യസിന്റെ വേറൊരു വകഭേദമല്ലേ അത്? അല്ല, അതാ ഞാൻ പറഞ്ഞ, അത് സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടാവാം. അത് കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ പോകണം, ഇങ്ങനെ മാറണം എന്ന് തീരുമാനമെടുത്ത് ചെയ്യിക്കുന്നതായിരിക്കാൻ സാധ്യത കുറവാണ്. അതൊരു എനർജിയുടെ വിഭാഗത്തിൽ പെടില്ലെന്നാണ് എന്റെ സംശയം. ആ സംശയത്തിന് നമുക്ക് ഉത്തരം തേടിക്കൊണ്ടിരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നത്തെ ചിന്തകൾ ഇങ്ങനെ മുന്നോട്ട് പോട്ടെ.
അല്ല, ഹിന്ദുക്കളെ സംബന്ധിച്ച് എന്താ പറയുക, ഇതിനെ പറ്റിയിട്ട് ഓരോരുത്തരും വ്യക്തമായിട്ടുള്ള സംശയങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ളവരോട് ചോദിക്കും. അതിനെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടേ വരും. ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമ്മൾ ചിന്ത ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ചിന്തകൾ വരുന്നത്. അതെ 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 പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാവും വരുന്നത്. അതെ, നിങ്ങളുടെ മറ്റേ വീഡിയോ കാണാറുണ്ട്. വളരെ വെരി 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 ഗുഡ്. പക്ഷെ അമിതമായിട്ടുള്ള, എനിക്ക് അങ്ങനെ ചെറിയ അമിതമായിട്ടുള്ള ആളുകളോടാണ്, ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദഅവത്തൊക്കെ നടത്തി എല്ലാരും ഇങ്ങോട്ട് മുസ്ലിം ആക്കണം, ഇല്ലെങ്കിൽ ലോകം നശിച്ചു പോകുമെന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരോടാണ് നമുക്ക് അങ്ങനത്തെ, അവരോട് കുറച്ച് അസഹിഷ്ണുത കാണിക്കാറുണ്ട്. അസഹിഷ്ണുതയല്ല, അത് കുറച്ച് അഗ്രസീവായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. സാധാരണ വിശ്വാസികൾ ഇപ്പൊ നിസ്കാരവും ഓത്തും ഒക്കെ ആയിട്ട് സ്വാത്വികരായിട്ട് ജീവിക്കുന്ന സാധാരണ മുസ്ലിങ്ങളോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ, ബഹുമാനമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.